ജോസഫും ജസ്റ്റിനും കോടതിയിൽ വേറെ നിവൃത്തിയില്ലാതെ കുറ്റം സമ്മതിച്ചു. അങ്ങനെ 7 വർഷങ്ങൾക്കിപ്പുറം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു സേറയും ക്രിസ്റ്റിയൊക്കെ. ജസ്റ്റിൻ്റേത് ജാമ്യം കിട്ടാൻ വകുപ്പുണ്ടായിരുന്നുവെങ്കിലും കൊലപാതകത്തിന് കൂട്ടുനിന്ന പ്രതി എന്നുള്ള രീതിയിൽ അവനും ശിക്ഷ വിധിച്ചു. മാത്രമല്ല, അവനെപ്പോലെയുള്ളവർ ഇനിയും നാട്ടിലേക്ക് ഇറങ്ങിയാൽ കുട്ടികൾ നശിച്ചു പോകുമെന്ന് വാദിഭാഗം പറഞ്ഞു. അതോടൊപ്പം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി 7 വർഷം കളയേണ്ടി വന്ന ക്രിസ്റ്റിക്ക് പ്രതിയായ ജോസഫ് 7 ലക്ഷം രൂപയും കൊടുക്കണമെന്ന് കോടതി വിധിച്ചു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം തൻ്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയുകയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും ചെയ്ത സന്തോഷത്തിലായിരുന്നു ക്രിസ്റ്റി. കോടതിയിൽ നിന്നും അവർ രണ്ടുപേരും പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ ക്രിസ്റ്റിയുടെ തോളിൽ ചാരി അവളും തിരയിലേക്ക് നോക്കിയിരുന്നു. അവരുടെ ഇരുവരുടെയും മനസ്സിൽ കൂടി കടന്നുപോയത് അവരുടെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു. ഇച്ചായ, തിരയിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ തിരികെ നോക്കി. നമുക്ക് അപ്പച്ചനെ അമ്മച്ചിയെ ഒന്ന് പോയി കണ്ടാലോ? ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് അവരെ പോയി കണ്ടില്ലെങ്കിൽ അവർ രണ്ടുപേരും നമ്മളോട് പിണങ്ങില്ലേ ചായ? അവൾ അവനെ നോക്കി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. പോകണം, പോയി അവരെ കാണണം. അവരിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും. വാ. അവൻ അവളെ നോക്കി കണ്ണ് കാണിച്ചതും അവൾ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും കൂടി അവരുടെ ജീവനായ അപ്പച്ചനെയും അമ്മച്ചിയെയും അടക്കിയിരിക്കുന്ന കല്ലറയിലേക്കാണ് പോയത്. കുറച്ചു നിമിഷം അവർ രണ്ടുപേരും മൗനമായിട്ട് ആ കല്ലറയുടെ മുൻപിൽ നിന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ക്രിസ്റ്റി തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം. അതേ സന്തോഷം തന്നെ ഇവിടെ ഭൂമിയിൽ ഞങ്ങൾക്കും ഉണ്ട്. മരിക്കുന്നതിന് മുൻപ് വരെയും നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞ വാക്കാ ദേ ഇവളെ കെട്ടിക്കോണേന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ അതും പാലിച്ചിട്ടുണ്ട്. ഇന്നിവളെൻ്റെ ഭാര്യയാണ്. എല്ലാം അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം. ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. അവൻ പറഞ്ഞതും അവളത് എന്താന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിച്ചാൽ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു സേറയോ ക്രിസ്റ്റിയോ കിട്ടും. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അതിന് അപ്പച്ചനും അമ്മച്ചിയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല മോനെ ക്രിസ്റ്റി, അങ്ങോട്ട് പണിയെടുക്കണം. അവൾ അവൻ്റെ കയ്യിലൊന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അവരുടെ സന്തോഷം കണ്ട് ഒരു ഇളം തെന്നൽ അവരെ തഴുകിപ്പോയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സേറയുടെ കുസൃതിയും ക്രിസ്റ്റിയുടെ കുറുമ്പുമായി അവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഫ്രാൻസിസിൻ്റെയും സേറയുടെയും നിർബന്ധപ്രകാരം ക്രിസ്റ്റി ബദേൽ കുടുംബത്തിൻ്റെ പടി ചുവട്ടി. എന്നാലും അവൻ അപ്പച്ചനും അമ്മച്ചിയും സമ്മാനിച്ച ആ ചെറിയ വീട്ടിൽ താമസിക്കാനായിരുന്നു അവനിഷ്ടം. അവരുടെ സാന്നിധ്യം അവനോടൊപ്പം ആ വീട്ടിലാണ് ഉണ്ടാവുക എന്നതായിരുന്നു അവൻ്റെ വിശ്വാസം. സേറയ്ക്ക് അവൻ്റെ താല്പര്യങ്ങളോടാണ് ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് നിർബന്ധിക്കുമ്പോൾ 1-2 ദിവസം മാത്രം അവിടെ നിൽക്കും. പിന്നെ വീണ്ടും അവൻ്റെ ചെറിയ ആ വീട്ടിലേക്ക് അവർ തിരിച്ചു പോകും. ഒരു ദിവസം രാത്രിയിൽ മുറ്റത്ത് തകർത്ത് പെയ്യുന്ന മഴയായിരുന്നു. സേറ ഇരു കൈകളിലും നല്ല ചൂടുള്ള കോഫിയുമായി മുറ്റത്ത് തകർത്താടി പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്നു. ഇച്ചായ, അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദേ. അവളൊരു കപ്പ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. എന്താ ക്രിസ്റ്റിക്ക് ഇത്ര ഒരു ആലോചന? അവൾ കോഫി കുടിക്കുന്നതിനിടയിൽ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ്, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തെപ്പറ്റി. നമുക്ക് മുൻപോട്ട് ജീവിക്കണ്ടേ? നല്ലൊരു ജോലി നോക്കണം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. നമുക്ക് ഈ ഓഫീസൊക്കെ ഉള്ളപ്പോൾ ഇച്ചായനെന്തിനാ പുറത്തു പോയി ജോലി ചെയ്യുന്നേ? അവൾ അതേ സംശയത്തോടെ തന്നെ അവനെ നോക്കി ചോദിച്ചു. ഏയ്, അതൊന്നും ശരിയാവില്ല സേറാ. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. അതിൽ എനിക്കൊരു പങ്കുമില്ല. അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ, കാര്യങ്ങളൊക്കെ അറിഞ്ഞതും അമേരിക്കയിലെ ചാച്ചന്മാരൊക്കെ വിളിച്ചിരുന്നു. അവർ എന്നോട് പറഞ്ഞത് ഇനി നമ്മൾ വേണം ആ ഓഫീസൊക്കെ നോക്കി നടത്താനെന്നാ. അവരൊന്നും അമേരിക്കയിൽ നിന്ന് ഒരു കാലത്തും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അവർക്ക് വലിയോപ്പയുടെ കണക്ക് സ്വത്തിനോട് ആർത്തിയൊന്നുമില്ല. ഇനി അവർ നാട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ നമ്മൾ രണ്ടുപേരുടെയും പേരിൽ എഴുതി വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാ ചേച്ചിയും ചാച്ചന്മാരും പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കുള്ളതാ ഇച്ചായ. ഇനി അതൊക്കെ നോക്കി നടത്തേണ്ടത് നമ്മളാ. സേറ അവനെ നോക്കി പറഞ്ഞു. എന്നാലും സേറ, അവൻ സംശയത്തോടെ അത് വേണോ എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും അവളോട് ചോദിച്ചു. ഇച്ചാൻ ഇനി മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ പപ്പയോടൊപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോന്നു. ഈ സേറയോട് ഇച്ചാന് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വാക്ക് അനുസരിക്കണം. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. നീ എൻ്റെ ജീവനല്ലേ സേറ? ശരിക്കും ആ 7 വർഷം നിൻ്റെ ഓർമ്മയിൽ മാത്രം ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ദിവസങ്ങൾ എനിക്ക് കാത്തിരുന്നത് എൻ്റെ പെണ്ണിനെ കാണാമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ്. ശരിക്കും നീ എന്നൊരു പെണ്ണ് ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കാനില്ലായിരുന്നുവെങ്കിൽ ഈ ക്രിസ്റ്റി അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ സമനില തെറ്റിയവനെ പോലെയായി തീർന്നേനെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇച്ചാനോട് സത്യം പറയണം. അവൾ പറഞ്ഞതും അവനത് എന്താ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു പക്ഷേ ഇച്ചായൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇച്ചായനെ കാത്തിരിക്കാൻ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ?
ചിലപ്പോൾ ഇച്ചായൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിഷ്ടം വളർന്നു വന്നപ്പോൾ എനിക്ക് ഇച്ചായനോട് തോന്നിയില്ലായിരുന്നുവെങ്കിൽ. അവൾ പുരികം പൊക്കി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല സേറ. ആ ജയിലിൽ കിടക്കുമ്പോൾ പോലും നീ എനിക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കഴിഞ്ഞത്. നീ ഇപ്പോൾ പറഞ്ഞതുപോലെ നീ മറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പെണ്ണിന് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ഒരിക്കലും കഴിയില്ല, അതിനി എത്ര വളർന്നു എന്ന് പറഞ്ഞാലും. പിന്നെ നിൻ്റെ ഓരോ വളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. ഗിരി ഓരോ തവണ വരുമ്പോഴും നിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും അവൻ്റെ കയ്യിൽ കാണും. അവൻ ഒരു തവണ വന്നു പോയിട്ട് അടുത്ത തവണ വരുന്നത് വരെ എനിക്ക് ഓർത്തിരിക്കാൻ നിന്റെ ആ ഫോട്ടോ മാത്രം മതി. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എൻ്റെ ഇച്ചായനില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി ആലോചിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓരോ ദിവസവും ഇച്ചായനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും. ഇച്ചായൻ ഇപ്പം എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന്. ഇച്ചായൻ എൻ്റെ ഫോട്ടോ കണ്ടു, ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ലാസ്റ്റ് ഇവിടുന്ന് പോലീസുകാർ വിലങ്ങ് വെച്ച് പോകുന്നത് മാത്രമാണ് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. ഗിരിയേട്ടനോട് ഇച്ചായനെപ്പറ്റി ചോദിക്കണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണുമ്പോഴൊക്കെ ഗിരിയേട്ടൻ ദേഷ്യപ്പെട്ടു നോക്കും. അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും. ഞാൻ കാരണമാണോ ഇച്ചായൻ ജയിലിൽ പോയതെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും എൻ്റെ സെറയെ തനിച്ചാക്കി ഞാൻ എങ്ങും പോവില്ല. അങ്ങനെ പോവാൻ ഈ ക്രിസ്റ്റിക്ക് കഴിയില്ല. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഇച്ചാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്താ സെറ, മുഖത്ത് വല്ലാത്തൊരു മാറ്റമൊക്കെ? അവളുടെ മുഖം കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇച്ചാ, ഈ രാത്രി, ഈ മഴ, ഇതൊക്കെ നമ്മുടേത് മാത്രമാക്കി മാറ്റിയാലോ? എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നുക ഇച്ചായ. ഈ തണുപ്പിൽ, ഈ നെഞ്ചിൽ ചൂടറിഞ്ഞ്, ഈ ശരീരത്തിലെ വിയർപ്പ് ഏറ്റ് വാങ്ങി ഉറങ്ങാൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ പെണ്ണിന് വല്ലാത്തൊരു മൂടാണെന്ന് തോന്നല്ലോ. അവൻ ചിരിയോടെ അവളെ നോക്കി ചോദിച്ചതും അവനവളെ കളിയാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. എനിക്ക് സമ്മതമാണ് എൻ്റെ നെഞ്ചിലെ ചൂട് തന്ന് എൻ്റെ പെണ്ണിനെ ഉറക്കാൻ. അവൻ പറഞ്ഞതും അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. പെട്ടെന്നാണ് അവൻ അവളെ തൻ്റെ ഇരു കൈകളിലും വാരിയെടുത്തത്. ഇച്ചായ. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടു. പിന്നെ അവൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു. അവൻ അവളെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ മീശ പിരിച്ചു. ക്രിസ്റ്റിക്ക് വല്ലാത്തൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടല്ലോ. അവൻ്റെ മുഖം കണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ നോക്കിക്കൊണ്ട് ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിച്ചു. അവളത് കണ്ട് അവനെ നോക്കി ചിരിച്ചു. അവൻ ഷർട്ട് മാറിയിട്ടുകൊണ്ട് അവളിലേക്ക് ചെന്നതും അവൾ അവളുടെ വലത് കാലെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. അവനൊരു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളതിന് അവനെ നോക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരികം പൊക്കി. അത് കണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ വെച്ചിരുന്ന അവളുടെ കാലിൽ അവൻ പിടുത്തമിട്ടു. ഇച്ചായ. അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ അവളുടെ കാലിൽ പിടിച്ച് വലിച്ചു. ഇച്ചാ. അവൾ അവനെ നോക്കി വീണ്ടും വിളിച്ചു. അവൻ അവളിലേക്ക് അമർന്നു. അവൾ തൻ്റെ ഇരു കൈകളും അവൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചു. അതിനവൻ അവളുടെ രണ്ട് കൈകളും മുകളിലേക്ക് വെച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ചുണ്ടുകൾ കുറിപ്പിച്ച് അവന് ഉമ്മ കൊടുത്തു. അത് കണ്ടതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവൾക്ക് ഇക്കിളിയാകാൻ തുടങ്ങി. ഇച്ചായ. ഇച്ചാ. അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുണർത്തിയിരുന്നു. അവൾ പതിയെ അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു. അവൻ അവളുടെ കഴുത്തിൽ തൻ്റെ നാവുകളും ചുണ്ടുകളും കൊണ്ട് കളം വരച്ചു. അവളൊന്ന് മൂളി. അവൻ കഴുത്തിൽ നിന്നും അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ കാതിൻ്റെ തുമ്പിലൊന്ന് കടിച്ചതും അവളൊന്ന് ഞെരുങ്ങി. അവൻ പതിയെ അവിടെ നുണഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തി അവളുടെ രോമകൂപങ്ങളെപ്പോലെ ഉണർത്തി. അവൾ തന്നിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തെ നിയന്ത്രിക്കാൻ എന്ന പോലെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. എന്നാൽ അവന് അവളിൽ നിന്നും ഉണർന്നു കേൾക്കുന്ന ആ വികാരങ്ങളുടെ ശബ്ദത്തോടായിരുന്നു താല്പര്യം. അത് അവനിൽ നിന്നും മറച്ചു വയ്ക്കുന്ന അവന് ഇഷ്ടമല്ലായിരുന്നു. അത് അവളിൽ നിന്നും കേൾക്കാൻ വേണ്ടി തന്നെ അവൻ അവളുടെ കാത് മുഴുവനായിട്ട് നുണഞ്ഞു. എത്രയൊക്കെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ അവൾ കൂട്ടിപ്പിടിച്ച ചുണ്ടുകൾ അയഞ്ഞു. അവളിൽ നിന്നും മൂളലും ഞെരുങ്ങലും ഉയർന്നു. കുറച്ച് നിമിഷത്തെ ആ പ്രവൃത്തിക്ക് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ ചുവന്നു തുടത്ത് കിടക്കുകയാണ് അവൾ. അത് കണ്ടതും അവൻ അവളോട് വാത്സല്യം തോന്നി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കവിളിലും കണ്ണിലും മുഖത്തും അവൻ്റെ ചുണ്ടുകൾ പറിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു. കിസ് മീ ഇച്ചായ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു. അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് അവൻ ചുണ്ടുകൾ അടുപ്പിച്ചു. അത് കണ്ട് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ വിടർത്തിക്കൊണ്ട് അവളെ ചുംബിച്ചു തുടങ്ങി. അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. അവിടെ നാവുകൾ കൊണ്ട് തഴുകി.
പിന്നെ പതിയെ താഴേക്ക് ചുംബിച്ചു. അവിടെ ചുംബിച്ചതിന് ശേഷം അവൻ താഴേക്കിറങ്ങി. നഗ്നമായ അവളുടെ വയറിൽ മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ നാവിച്ചുഴിയിൽ നാവുകൊണ്ട് അവൻ കളം വരച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിലും മുറുകി. ഒടുവിൽ വീണ്ടും അത് അവളുടെ ചുണ്ടിലെത്തി. അവളുടെ ഇരു ചുണ്ടുകളും തൻ്റെ ചുണ്ടുകൊണ്ട് കോർത്തു വലിച്ചു. ഇരു ചുണ്ടുകളും അവൻ മാറി മാറി നുണഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവൾ അറിഞ്ഞു. പുറത്തു മഴ തകർത്ത് പെയ്യുമ്പോൾ അവർ ഇരുവരുടെയും ശരീരം വിയർക്കാൻ തുടങ്ങി. സെറ, അവൻ അവളുടെ കാതിൽ ചെന്ന് പതിയെ വിളിച്ചതും അവളൊന്ന് മൂളി. അവൻ അവളുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു. ഒടുവിൽ അവൻ തൻ്റെ പെണ്ണിലേക്ക് ലയിച്ചു. അവൾ തൻ്റെ ഇരു കാലുകളും ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു. കൈകൾ അവൻ്റെ പുറത്ത് അമർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ മുകളിലേക്ക് മലച്ചുപോയി. ഒടുവിൽ രാത്രിയുടെ യാമത്തിൽ എപ്പോഴോ അവൻ അവളിലേക്ക് തളർന്നു വീണപ്പോൾ അവർ ഇരുവരുടെയും ചുണ്ടിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇച്ചായ, അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവച്ച് കിടക്കുകയായിരുന്ന അവൾ അവൻ്റെ നെഞ്ചിൽ ഒന്ന് കളം വരച്ചുകൊണ്ട് വിളിച്ചു. അവൻ തൻ്റെ പെണ്ണിനെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഹാപ്പി ആയോ? ചുണ്ടിൽ പുഞ്ചിരിയുമായി അവൾ അവനെ നോക്കി വീണ്ടും ചോദിച്ചു. യെസ്, ഒരുപാട്. അവൻ്റെ കരങ്ങൾ കൊണ്ട് അവളുടെ മാറിലൊന്ന് തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ തലയുയർത്തി അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു. അവൻ അവനെ തന്നെ അവൾക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തു. അവൻ്റെ മുഖത്തും കഴുത്തിലും അവളുടെ ചുണ്ടുകൾ പറിഞ്ഞു. അവൻ അവളുടെ പിന്തലയിലൊന്ന് തലോടി. അവൾക്ക് അവനെ എത്ര ചുംബിച്ചിട്ടും മതി വരുന്നില്ലായിരുന്നു. അത്രയും അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. സെറ, അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ അരുമയായി അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളെ തന്നെ നോക്കുമായിരുന്നു. അവൾ ഉടനെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവർ ഇരുവരുടെയും കണ്ണുകൾ കൂമ്പിയടഞ്ഞു. വീണ്ടും അവരുടെ ശരീരങ്ങൾ പരസ്പരം കൂടിച്ചേരാൻ ആഗ്രഹിച്ചു. അവൻ്റെ കരങ്ങൾ വീണ്ടും അവളിൽ ഒഴുകി നടന്നു. ആ മഴയത്ത് ഒരിക്കൽ കൂടി അവർ ഒന്നായപ്പോൾ പുറത്ത് മഴ അതിശക്തിയോടെ പെയ്ത് അവസാനിച്ചിരുന്നു.